ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ, സുദൈസിനോട് നിങ്ങൾ സലാം ചെല്ലാതെ നിങ്ങൾക്ക് ആ റൂമിലേക്ക് കയറാൻ കഴിയില്ല, സുദൈസിനൊപ്പം ഇരിക്കാൻ കഴിയില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണെന്ന് സുദൈസിന്റെ എല്ലാ ജുമാകളിലുമുള്ള പ്രത്യേകമായ ഖുതുബകളിലൂടെ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ആർക്കും കേൾക്കാനും വായിച്ചെടുക്കാനും പറ്റുന്ന സംഭവമാണ്. പക്ഷെ പറഞ്ഞിട്ട് സുദൈസി സുന്നിയാണെന്ന് പ്രസംഗിച്ചു നടന്ന ചുള്ളിക്കോട് സഖാഫിക്ക് ഈ അടുത്ത ദിവസം സുദൈസി ഒക്ടോബർ 24, 2014 ഒക്ടോബർ 24 നടത്തിയ ഖുതുബയിലെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. സുദൈസി സുന്നിയാന്നല്ലേ പറഞ്ഞത്? സുദൈസിയെക്കുറിച്ചും കാന്തപുരത്തെക്കുറിച്ചും അറിയാത്തവരാണ് പറഞ്ഞതെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ കാന്തപുരം ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, മർക്കസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന് പറഞ്ഞ് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സമൂഹത്തെ വഞ്ചിക്കാൻ പറഞ്ഞ പച്ചപ്പൊള്ളുകളാണ് അതെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന സുദൈസിന്റെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. ഈ പ്രസംഗം ഈ ചുള്ളിക്കോട് നടത്തിയത് 2013 13ന്റെ ആദ്യത്തിലാണ് പ്രസംഗം നടത്തിയതെങ്കിൽ ഈ ഒക്ടോബർ 24 തീയതി, ഈ കഴിഞ്ഞ ഒക്ടോബർ 24 തീയതി അദ്ദേഹം സുദൈസ് നടത്തിയ ഖുതുബ നിങ്ങൾക്കിവിടെ കേൾക്കാം. കേട്ടുനോക്കൂ. എന്നിട്ട് നമുക്ക് ഉസ്താദുമാർ അതിന് മറുപടി പറഞ്ഞു തരട്ടെ. അതുപോലെ AP വിഭാഗം മറുപടി പറയട്ടെ. അതിന് ചുള്ളിക്കോട് തന്നെ മറുപടി പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. تزكو أحوالكم وفي معارج القبول ترقى. إخوة الإسلام، هذا المنهج السلفي الصحيح أن محمد بن عبد الوهاب رحمه الله وطيب ثراه قد قام في الدنيا مقام هداية يدعو إلى التوحيد والإيمان وأضاء نورا لم يزل متألقا يهدي به لله كل أواني. لقد كانت دعوة الإمام محمد بن عبد الوهاب رحمه الله دعوة تجدي محاربة البدع والخرافات والآراء الشاذة والضلالات. لم تكن دعوة إلى دين جديد ولا إلى مذهب خامس، بل ترسمت هدي سيد الأنبياء والصحابة الأصفياء والتابعين الأوفياء. എങ്ങനെയുണ്ട് പ്രസംഗം? അറബി അറിയുന്നവർക്ക് അത് മനസ്സിലായി കാണില്ലേ? എന്താ ഹുസൈൻ സഖാഫി പറഞ്ഞത്? 2013 പറഞ്ഞത് സുദൈസി അറിയാത്തവർ പറഞ്ഞു എന്നാണ്. എന്നാൽ കേരളത്തിലുള്ള സുന്നികൾക്ക് ഹുസൈൻ സഖാഫി പറയുന്ന വിഡ്ഢിത്തങ്ങൾ കേട്ട് അതുപോലെ വിഴുങ്ങാൻ പഠിച്ചവരല്ല. ഇന്നലെ ഇത് കേട്ടപ്പോ ഞങ്ങളിരുന്ന് സെർച്ച് ചെയ്തു നോക്കി. ആരാ? SK സദഫാരല്ല, പഴയകാലത്തെ കാന്തപുരത്തിന്റെ സഹപ്രവർത്തകരായിരുന്നു. ഞങ്ങൾ ഇരുന്നിട്ട് സെർച്ച് ചെയ്തപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയത്തെ അപ്പടി പകർത്തിയ ഈ ഷേഖ് സുദൈസിയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിന്റെ രത്നച്ചുരുക്കം ഞാൻ പറഞ്ഞു തരാം. ഈ വിശുദ്ധമായ നാട്, മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ നാടിന്റെ പ്രത്യേകതകൾ പറഞ്ഞ് അതിന്റെ പവിത്രതയൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഈ നാടിന്റെ വഴിയേതാണ്? ഈ വഴിയേതാണ്? മുജദ്ദിദായ നാടിന്റെ ആത്മീയവും മതപരവുമായ തജ്ദീദിന്റെ വഴിയിലൂടെ നീങ്ങിയ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എന്നാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട ചുള്ളിക്കോട് സഖാഫി റഹിമഹുല്ല നിങ്ങൾ ചെല്ലുവോ? പറയണം, ഞങ്ങൾക്കറിയണം. റഹിമഹുല്ല ചൊല്ലിയിട്ട് ഇബ്നു അബ്ദുൽ വഹാബിന്റെ പാതയാണെന്ന് മാത്രമല്ല, ഇത് 5ാമത്തെ മദ്ഹബല്ല, ഇത് ഒരു പുതിയ മദ്ഹബല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും താബിഈങ്ങളുടെയും വഴി സ്വീകരിച്ച ഈ സമുദായത്തിൽ അന്ധകാരങ്ങളും അനാചാരങ്ങളും ഉണ്ടായപ്പോ അതിനെ പരിഷ്കരിച്ചിട്ട് സമുദായത്തിന് വഴി കാണിച്ചു കൊടുത്ത സലഫി മൻഹജാണിത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്താ സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ? കാരന്തൂർ മർക്കസ് പറയുന്ന ആശയമെന്നാണോ പറഞ്ഞത്? അല്ല, അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഒരിക്കലും അങ്ങനെ പോകുന്നില്ല. സുദൈസിയുടെ വാക്കുകളാണ് നിങ്ങൾ ഇവിടെ കേട്ടത്. ഇതിനപ്പുറത്ത് വേറൊന്ന് പറയാൻ സുദൈസിയെക്കുറിച്ച് ഞങ്ങൾ പറയേണ്ടതില്ലല്ലോ, അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇത്തരം ഖുതുബകളുടെ സമാഹാരങ്ങൾ ഒരുപാട് ശബ്ദമായും ലേഖനമായും, ഇതിന്റെ ഈ പ്രസംഗം അതുപോലെ ലേഖനമായും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് മാത്രമല്ല, ദുറൂസു തഅലീം ശൈഖ് അബ്ദുറഹ്മാൻ സുദൈസി എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വിശദമായി പറയുന്ന
ചില പോയിന്റ് മാത്രം ഞാൻ 2-3 ഞാൻ വിശദീകരിക്കാം. സുദൈസി പറയുകയാണ്, അല്ലാഹു അല്ലാത്ത മഹാന്മാരെ സഹായത്തേട്ടം നടത്തുകയും അവരോട് നേരിട്ട് സഹായം തേടുന്ന ഇസ്തിഹാസ നടത്തുകയും ചെയ്യുന്ന സുന്നികൾ അവർ ചെയ്യുന്നത് ശിർക്കാണെന്നും അവർ മുശ്രിക്കുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സുദൈസിയുടെ മുന്നിൽ പോയി നിങ്ങൾ ഗ്രന്ഥത്തിൽ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നബിദിനമെന്നത് ഒരു പ്രത്യേക മാസവും സമയമൊക്കെ കണ്ട് അതിന്റെ പേരിൽ നടത്തുന്ന പദ്ധതികളും പരിപാടികളുമൊക്കെ അനാചാരമാണ്, അത് ബിദ്അത്താണെന്ന് സുദൈസി തന്റെ പുസ്തകത്തിൽ എഴുതുന്നു. മറ്റൊരു